ശ്രീ ഹൈബി ഈഡൻ അവர்களுം എത്തിച്ചേർന്നിട്ടുണ്ട്. കൃത്യസമയത്ത് തന്നെ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹർഷാരവത്തോടുകൂടി നമ്മുടെ പ്രിയങ്കരനായ MP ശ്രീ ഹൈബി ഈഡൻ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. That, ladies and gentlemen, Kerala Vision ഒരുക്കുന്ന സ്ത്രീലോകം The Women Leadership Conclave and Awards 2025 powered by Nandilat Gmart ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. Thank you very much all our dignitaries. And now, ladies and gentlemen, it's time for official inaugural speech of Srilogam 2025. And we are honored to have with us Sri P. Rajiv sir, Honorable Minister for Industries, Law and Government of Kerala. His visionary leadership and relentless efforts have been instrumental in fostering innovation and industrial growth in the state. Ladies and gentlemen, please welcome Honorable Minister Sri P. Rajiv to deliver the inaugural speech. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ സുഹൃത്തുക്കളെ, ഇപ്പോൾ സ്ത്രീലോകം വുമൻ ലീഡർഷിപ്പ് കോൺക്ലേവ് ആൻഡ് അവാർഡ്സ് 2025 ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചതിന് കേരള വിഷൻ ന്യൂസിനെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഉദ്ഘാടന പ്രസംഗം പരമാവധി കുറച്ചാൽ ഒത്തിരിയേറെ സെഷനുകൾ വളരെ കൺസ്ട്രക്റ്റീവായി ഇവിടെ നടക്കാനിടയുണ്ട്. എനിക്കിനി 3 പരിപാടി കൂടി ഉച്ചയ്ക്ക് മുമ്പ് തീർക്കാനുണ്ട്. സ്ത്രീകൾക്ക് പറ്റുന്ന ഏറ്റവും മികച്ച പ്രൊഫഷൻ എന്നുള്ളത് ഓൺട്രപ്രണർഷിപ്പാണെന്നാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. നമ്മുടെ പുതിയ സംരംഭങ്ങളിൽ ഇപ്പോൾ 3,45,000 പുതിയ സംരംഭങ്ങൾ വന്നതിൽ ഏകദേശം 31% വുമൺ ഓൺട്രപ്രണേഴ്സാണ്. ഇതിൽ പുതിയ സംരംഭങ്ങളാണ്. ഇപ്പോൾ ചിലർ പറയുന്നത് ഉദ്യം രജിസ്ട്രേഷൻ വന്നുകൊണ്ട് എണ്ണമല്ല. ഉദ്യം രജിസ്ട്രേഷൻ തുടങ്ങുന്നതിന് മുമ്പ് 80,000 ഉണ്ടായുള്ളൂ. ഇപ്പം 14,800,000 ഉണ്ട്. ഉദ്യം വളർച്ചയാണെങ്കിൽ ഒരു 13,400,000 കൂടിയിട്ടുണ്ട്. പക്ഷെ അത് പഴയതെല്ലാം രജിസ്റ്റർ ചെയ്ത് വന്നതാണ്. ഇപ്പോൾ പുതുതായി വന്നതിൽ മെജോറിറ്റിക്ക് എത്തിയില്ലെങ്കിലും 31% എന്ന് പറഞ്ഞാൽ വളരെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അതിലൊരു പ്രത്യേകത, മിക്കവാറും ഞാൻ ഈ ഓരോ ജില്ലയിൽ പോകുമ്പോൾ ചെറിയ ചെറിയ യൂണിറ്റിൽ പോകും. അവർക്കൊരു കോൺഫിഡൻസ് കൂടിയാണല്ലോ. അതിൽ വർക്കേഴ്സും മിക്കവാറും സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ സ്ത്രീകൾ തുടങ്ങുന്നതിൽ മിക്കവാറും സ്ത്രീകൾ തന്നെയാണ്. ചെറിയ ചെറിയ സംരംഭങ്ങളാണ്. പിന്നെ ഞാൻ ജർമ്മൻ ഡെലിഗേഷൻ്റെ നമ്മുടെ ഇൻവെസ്റ്റ് സമ്മിറ്റിൻ്റെ വിജയം കൂടി അറിഞ്ഞിട്ട് ഒരു 10 അംഗ ഇൻഡസ്ട്രിയലിസ്റ്റുകൾ വന്നിരുന്നു ജർമ്മനിയിൽ നിന്ന്. തിരുവനന്തപുരത്തൊരു മീറ്റിംഗ് ഉണ്ടായി.